ഒരു സെക്കൻഡ്. ചാറ് കുറുകിയിലോ രണ്ടാമത്തെ ദിവസമായല്ലേ? വെള്ളിയാഴ്ച കാലത്ത് ഇന്നലെ രാവിലെ വെച്ചതാ. ഇന്നലെ ഉച്ചക്ക് കൂട്ടി വൈകിട്ട് കൂട്ടി. അതാണ് നമ്മള് വെക്കുമ്പോ ഇച്ചിരി ചാറ് കൂട്ടിയെടുക്കണേ, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ആകുമ്പോ ഒട്ടും ഉണ്ടാവൂല. ഇപ്പൊ കണ്ടോ കുറുകിയിരിക്കണേ. ഇപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, നമ്മുടെ മീൻകറി കണ്ടപ്പോ പലരും പറയുന്നുണ്ട്, അയ്യോ ഇതിന് എന്തൊരു എരിവാ, ഞങ്ങൾ ഇത്രേ എരിവ് കൂട്ടൂലാന്ന്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇതിന് എരിവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് വരുന്നുണ്ട്, ഇത്രേ എരിവൊന്നും ഞങ്ങള് കഴിക്കില്ലാന്ന്. അല്ല, ആ കമന്റ് വന്നവരെ ഞാൻ ഒരിക്കലും തെറ്റു പറയൂല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറ് കാണുമ്പോ ഭയങ്കര എരിവിന്റെ കുത്താന്ന് എല്ലാവരും വിചാരിക്കും. ഞങ്ങള് എല്ലാ മസാലകളും മിനിമം ആയിട്ട് ഉപയോഗിക്കുന്നവരാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒരു കറി ഇവിടെ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ചില കറി വെക്കുമ്പോ ഇച്ചിരി ഇത് കൂടിപ്പോവും. എരിവല്ല, ഈ മസാലകള് മറ്റേ വെണ്ടയ്ക്കാമ പാസിങ്ങനെ പല സംഗതികളും മീൻ പാലി പിഴിയുമ്പോഴൊക്കെ. അപ്പൊ ഉടനെ ഇവിടെ എന്നോട് ഹസ്ബൻഡ് പറയും ഇച്ചിരി മസാല കൂടുതലുണ്ടല്ലോ എന്ന് പറയും. ഇതിപ്പോ ഇതാദ്യം പറയാം, എരിവ് മുളക് പൊടി അല്ല മീൻ വെക്കണതിന് ഈ കളർ ഉണ്ടെന്ന് കരുതി യാതൊരു രീതിയിലും എരിവ് ഇതിന് കൂടുതലില്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ പറയാം. അതിന്റെ പ്രധാന കാരണം എല്ലാ പൊടികളും, മുളക് പൊടി എല്ലാ പൊടികളും ഇവിടെ ഇപ്പൊ ഒരു 3-4 വർഷങ്ങളായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പൊ ആ പൊടിയുടെ ഗുണം വളരെ നല്ല പൊടിയാണത്. അത് മേടിച്ചതിന് ശേഷം വേറെ പൊടികൾ നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പൊ അവരുടെ പിരിയം മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളക് പൊടിക്ക് നല്ല കളറും നല്ല കൊഴുപ്പും ഉണ്ടെന്നും മാത്രമല്ല അത്യാവശ്യം ചെറിയൊരു എരിവും അതിന് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പണ്ടത്തെ കാലത്തൊക്കെ വെച്ചോണ്ടിരുന്നത് അവര് ഇവിടെ എടുത്ത് പൊടിപ്പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പൊടി മേടിക്കുമ്പോൾ എരിവ് മുളക് പൊടി പകുതി എടുക്കും, പിരിയം മുളക് പൊടി പകുതി എടുത്താണ് മീൻകറി വെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നോട് ഈ പൊടി മേടിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് മുളക് മേടിച്ച കഴിയും അവർ പൊടിക്കുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റി എവിടെയോ ചെന്ന് മേടിക്കുന്നത് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പൊ ആയതുകൊണ്ട് അതിന് നേരിയൊരു എരിവ് പിരിയം മുളക് പൊടിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സാധാരണ വെക്കുന്നത് പോലെ എരിവ് മുളക് പൊടി ചേർക്കാതിരിക്കുമായിരിക്കും നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയപ്പോ വളരെ കറക്റ്റ് ആയിരുന്നത്. അതായത് ഇവരുടെ പിരിയം മുളക് പൊടിക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല കളറും നല്ല കൊഴുപ്പും കൂടാതെ അത്യാവശ്യം ചെറിയൊരു എരിവും അതിനുണ്ട്. അപ്പൊ അത് കാരണം എരിവ് മുളക് പൊടി 1/4 ഭാഗവും പിരിയം മുളക് പൊടി 3/4 ഭാഗവും ഞങ്ങൾ മീൻ വെക്കുമ്പോൾ എടുക്കും. 75-25% ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോ ഇതിന് നല്ല കളറ് കിട്ടും. അപ്പൊ ഈ കളറ് കണ്ട് നിങ്ങൾ ഒരിക്കലും അസസ് ചെയ്യരുത് എരിവ് കൂടുതലുണ്ടെന്ന്. ഒരിക്കലും എരിവ് കൂടുതലില്ല. എരിവ് കറക്റ്റ് നോർമൽ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എന്നാന്ന് വെച്ചാൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ വിവരം പറഞ്ഞെന്നുള്ളൂ, ഒരു കാരണവശാലും എരിവ് അധികം ഇല്ല കേട്ടോ. എരിവ് അധികം ഉള്ളത് ഒട്ടും ഞാൻ കഴിക്കാത്ത ഒരാളാ, എനിക്കത് കഴിക്കാനേ പറ്റില്ല. ഇവിടെ ആരും എനിക്ക് ഒട്ടും പറ്റില്ല. ആദ്യം തന്നെ പറയും ഇതിന് എരിവാന്ന്. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല, കാരണം ഇവിടെ എരിവ് അധികം ഉണ്ടാക്കാറില്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഈ മുളക് പൊടിയുടെ കളർ കൊണ്ട് നിങ്ങൾക്ക് തോന്നണത് കേട്ടോ. അപ്പൊ ഞാൻ കൃത്യമായിട്ടത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയണതാണ്. ഒട്ടും കൂടുതൽ എരിവോ ഒന്നും ഇതിനില്ല. വളരെ നല്ല ഇതാണ് കളറും കൊഴുപ്പും സംഗതികളെല്ലാം. അത്യാവശ്യം ചെറിയൊരു എരിവുണ്ട്. അതുകൊണ്ട് അവരുടെ തന്നെ എരിവ് മുളക് പൊടി ഉപയോഗിക്കുന്ന ആ എരിവ് മുളക് പൊടി 25% ചേർക്കോളൂ. 50-50ക്ക് പകരം 75-25 അതാണ് ഇങ്ങനെ കളർ വന്നത്, കൊഴുപ്പും വന്നത്. 2ാം ദിവസം നല്ല കൊഴുപ്പാവും. ഇപ്പൊ ആദ്യത്തെ ദിവസം കൊഴുപ്പാക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി. നേരം പിന്നെ പിറ്റേ ദിവസം തിളപ്പിക്കുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് കലത്തിൽ തന്നെയല്ലേ വെക്കണം. 3 ദിവസത്തേക്കെങ്കിലും കറി ഇരിക്കും. ഇതിപ്പോ ഇന്ന് തീരൂട്ടോ, കുറച്ചേ വേവിച്ചോളൂ. ഞാനിപ്പം മീൻ കഴിക്കല് ഒരു ദിവസം ഒരു നേരമൊക്കെ ഉള്ളെന്ന് ഞാൻ പറയാറില്ല. അപ്പൊ 3 ദിവസത്തേക്ക് ഇരിക്കും എന്ന് പറയുമ്പോ പറയും നിങ്ങളൊന്നും കഴിക്കില്ലേ എന്ന് ചോദിക്കും. കാരണം നമ്മുടെ അംഗങ്ങൾ അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു വീട്ടില് ഒരു 4-5 പേരുണ്ടെങ്കിൽ ഒരു ദിവസം മീൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ തീരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ 2 പീസ് മീനായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അത് പറ്റൂല, ഒരിക്കലും ഇല്ല. വെക്കുമ്പോ എങ്കിലും ഒരു 250 ഗ്രാം എങ്കിലും വെക്കണ്ടേ. 250 അല്ല, 1/2 കിലോ വെക്കും. 1/2 കിലോ എങ്കിലും വെക്കണ്ടേ. അല്ലാതെ നമുക്ക് 2 പീസോ 3 പീസോ ആയിട്ട് നമുക്ക് മീൻകറി വെക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ ബുദ്ധിമുട്ടല്ലേ. അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് 2 മാക്സിമം അല്ലെങ്കിൽ 3 ദിവസം വരെ നമ്മൾ വെച്ചേക്കും. അംഗങ്ങൾ കൂടുതലുള്ളവരെ അത് പെട്ടെന്ന് തീരും. 3 ദിവസം മീൻകറി വെക്കുമ്പോ വെക്കണ അന്നൊന്നും ചെയ്യണ്ട. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ തിളപ്പിക്കും. 3-ാം ദിവസം തീരണ ദിവസം
തീർന്നിട്ടില്ലെങ്കിൽ അന്ന് ഉച്ചയാകുമ്പോൾ ഞാൻ തിളപ്പിക്കും. അന്ന് ഉച്ചയാകുമ്പോൾ ഒന്ന് തിളപ്പിക്കണം നല്ല 3-ാം ദിവസം. കാരണം അന്ന് വൈകിട്ടും കണ്ട മിക്കവാറും തീരുള്ളൂ. അത് കറക്റ്റ് മെഷർമെന്റിലായിരിക്കൂല തീരണത്. എനിക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടി വെച്ച് വൈകിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കൂല. വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കഷ്ണം എടുക്കും, അല്ലെങ്കിൽ ഒരു കഷ്ണത്തിന് ഇച്ചിരി അടർത്തി എടുക്കും, ചാറും ഇച്ചിരി കുടിക്കും. അങ്ങനെയൊക്കെ അതിപ്പോ നമ്മുടെ ഇഷ്ടമല്ലേ എങ്ങനെ കഴിക്കണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോൾ കൂടുതൽ ദിവസം ഇരുന്നെന്നും ഇരിക്കും 1/2 കിലോ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇവിടുത്തെ അഭിപ്രായം പറഞ്ഞതാണ്, മെമ്പേഴ്സ് കൂടുതലുള്ളിടത്തും കുറവുള്ളിടത്തും അതാതിന്റെ രീതിയിൽ സംഗതികൾ കുറവും കൂടുതലും ഉപയോഗം ഉണ്ടാവൂല. എല്ലായിടത്തും ഒരുപോലെയാണെന്ന് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പാടില്ല. ഓരോ വീട്ടിലും അംഗങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, കഴിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. ചിലര് കുറച്ചേ കഴിക്കുള്ളൂ, ചിലര് കൂടുതൽ കഴിക്കും. അത് വെച്ച് എല്ലാ വീടുകളിലും അങ്ങനെയാണ് എന്ന് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ വീട്ടിലും ഓരോ താല്പര്യങ്ങളും അംഗസംഖ്യങ്ങളുടെ വ്യത്യാസവും ഒക്കെ അനുസരിച്ചിട്ട് കഴിക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മീൻകറി ഫ്രിഡ്ജിൽ വെക്കാറില്ല. വേവിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കൂല, എനിക്ക് ഇഷ്ടമില്ല. ഈ മാങ്ങ ഇട്ട് പാല് പിഴിഞ്ഞ് വെക്കൂലേ, മാങ്ങ മപ്പാസ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും കൂടെ എടുത്തിട്ട് മറ്റന്നാളത്തേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് പീസ് എടുത്ത് പാല് പിഴിയണമല്ലോ, അത് കേടാവും. പുറത്ത് എത്രയായാലും തിളപ്പിച്ച് പിറ്റേ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഇരുന്ന് അത് കേടാവും. അങ്ങനെ ബാലൻസ് വരുവാണെങ്കിൽ ഞാൻ മാങ്ങയുടെ ഇതും ചാറും കഷ്ണവും കൂടെ എടുത്ത് പാത്രത്തിൽ എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിൽ വെക്കും. മുളക് ചാറും മീൻകറി ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ ഞങ്ങള്. പിന്നെ തേങ്ങയരപ്പ് ഉണ്ടാക്കാറില്ലേന്നും ചോദിക്കാറുണ്ട്. തേങ്ങയരപ്പ് ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തേങ്ങയരപ്പ് ഉണ്ടാക്കൽ കുറവാ. പക്ഷെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് തേങ്ങയരപ്പ് കറിയുണ്ട്, തേങ്ങ അരപ്പ് കറിയുണ്ട്, തേങ്ങാ പാല് പിഴിഞ്ഞ മീൻകറി. പിന്നെ അത് വേഗം കേടാവും. കൂടുതലും ഉണ്ടാക്കണത് മുളക് ചാറ് കറിയാണ് കേട്ടോ. അത് കുറച്ചു ദിവസം ഇങ്ങനെ ഇരിക്കുന്നോണ്ടാണ് നമുക്ക് പണി ലാഭിക്കാലോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഒരു കറി ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഒരു വറുത്ത കറി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇവിടെ എനിക്ക് പിക്കിൾ വേണമെന്നൊന്നുമില്ല, പപ്പയ്ക്ക് ഇവിടെ പിക്കിള് കഴിക്കുന്നത് കൊണ്ട് പിന്നെ ഇച്ചിരി കച്ചുമോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിപാടി. ഇത് ചില കമന്റിൽ കണ്ടത് ഇങ്ങനെ എരിവ് കഴിച്ച അൾസർ വരുമെന്ന് വരെ കമന്റ് കണ്ടു. ദൈവമേ, അല്ല എരിവ് കഴിച്ചു കഴിഞ്ഞാല് വയറിൽ പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് എരിവ് മാത്രല്ല, എന്ത് കാര്യങ്ങൾ നമ്മൾ അമിതമായി ചെയ്താലും അതിൻ്റെതായ ദോഷവശങ്ങൾ ഉണ്ടാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു കാര്യവും നമുക്ക് എല്ലാം മിതമായി ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം അത് നിലനിൽക്കും. എരിവും പുളിയും ഒട്ടും അധികം പാടില്ല, ശരീരത്തിന് പാടില്ല. ഉപ്പും പാടില്ല, എണ്ണയും പാടില്ല. അതെ, ഒന്നും തന്നെ അതാ ഞാൻ പറഞ്ഞേ, എല്ലാം മിതമായി ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം നിലനിൽക്കും. എന്തെങ്കിലും അമിതമായി ചെയ്താൽ, മധുരം അമിതമായി ചെയ്താൽ എന്ത് സംഭവിക്കും അറിയാലോ. പിന്നെ അത് തന്നെയല്ല, പിന്നെ നമ്മൾ എത്ര നോക്കിയാലും ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് വരും. അത് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പാരമ്പര്യമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മളിലേക്ക് ആ രോഗം എന്തായാലും വന്നിരിക്കും. അപ്പൊ കുറച്ച് പ്രിവെന്റീവ് ആയിട്ടൊക്കെ കുറച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ദൈവം തമ്പുരാൻ മുകളിൽ വരച്ചേക്കണ പോലെ മാത്രമേ വരുള്ളൂ. അപ്പൊ അത് നമ്മള് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ച് കഴിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വന്നത് നമ്മൾ വന്നയിടത്ത് കാണിക്കുക, ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക. അസുഖം വന്നാൽ കളിച്ചോണ്ടിരിക്കാൻ പറ്റൂല, പിന്നെ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ അല്ലേ. നല്ല ഡോക്ടറെ കാണുകയും ചെയ്യണം. അതെ, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.